വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടി നിങ്ങൾക്ക് പെട്ടെന്ന് കേടുവരും എന്നുള്ള പേടിയുണ്ടോ? എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 1 വർഷം വരെ നല്ല മണവും രുചിയും ഒക്കെ നിലനിൽക്കുന്ന പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പെർഫെക്റ്റ് സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ 2 ടിപ്സ് കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. സാമ്പാർ പൊടി തയ്യാറാക്കാനായിട്ട് ആദ്യം ഇവിടെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകും സാധാരണ മുളകും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മല്ലി എടുത്തിട്ടുണ്ട്. മല്ലി ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ വേണം കൂടുതൽ പൊടി ഉണ്ടാക്കി വെക്കുമ്പോൾ. പിന്നെ 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ നമ്മൾ സാധാരണ സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പ് എന്ന് പറയും, അതും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂണോളം നല്ല ജീരകമാണ്. അത് സാമ്പാറിൻ്റെ ഒരു മണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. നമ്മൾ സാധാരണ തമിഴ്നാട് സ്റ്റൈലിലെ സാമ്പാറിലൊക്കെ അത് ചേർക്കാറുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അരിയും 2 ടേബിൾ സ്പൂൺ ഉലുവ, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് വേണം. അത് മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കായത്തിൻ്റെ പൊടിയാണ്, അതും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുക്കുന്ന കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഈ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ആദ്യം നമുക്ക് മുളകൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ മല്ലി ഇതേപോലെ തന്നെ കറക്റ്റ് അളവിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അതായത് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്ന സമയത്ത് തന്നെ ഇത് മാറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് കടലപ്പരിപ്പും പരിപ്പുമാണ്. അത് രണ്ടും ഏകദേശം ഒരേപോലെ വറവായതുകൊണ്ട് നമുക്ക് ഒരേ സമയത്ത് തന്നെ വറുത്തെടുക്കാം. അതുകൂടി വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് അരി ഒന്ന് വറുത്തെടുക്കണം. അരിയും ഇതേപോലെ തന്നെ സെപ്പറേറ്റ് വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ജീരകം ജസ്റ്റ് ഒന്ന് ചൂടാക്കുക വേണ്ടു, ഒരുപാട് വറക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഉഴുന്ന് പരിപ്പും അതേപോലെ തന്നെ ഉലുവയും രണ്ടിനും ഏകദേശം ഒരേ വറവാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ വറുത്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ കായത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല മിനുസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് മിക്സിയുടെ ജാറിൽ വെച്ചതിന് ശേഷം ഒരു പരന്ന പ്ലേറ്റിലോ പാത്രത്തിലോ ആക്കിയിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ ഒരു കേടും വരാതെ നമുക്കിത് എടുത്തു വയ്ക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ സാമ്പാറിൻ്റെ മണത്തിനും രുചിക്കൊന്നും ഒരു കുറവുണ്ടാവില്ല. അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നന്നായി തണുത്തതിന് ശേഷം മാത്രം വേണം ഇത് പാത്രത്തിലാക്കി വെക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീണ്ടും നല്ല റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.